ഹലോ, ഇന്നെൻ്റെ മുഖത്ത് പതിവില്ലാതൊരു സന്തോഷം കാണുന്നുണ്ടോ? കാരണം വേറൊന്നുമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ട്യൂബ് ലൈറ്റ് വെട്ടം. ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. നമ്മൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേ കേട്ടോ. അങ്ങനെ സ്റ്റേഷനിലെത്തി. ആദ്യം പ്ലാൻ ചെയ്തത് ഇൻ്റർസിറ്റിക്ക് പോകാനായിരുന്നു. അത് 5:30 എറണാകുളത്ത് എത്തും. പക്ഷേ പിന്നീടൊന്ന് പ്ലാൻ മാറ്റി പിടിച്ചു. തിരക്കാണെങ്കിൽ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് സ്ലീപ്പർ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ 6:30 ട്രെയിന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ പ്ലാറ്റ്ഫോമിൽ കുറേ പേര് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നു. അതിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു റെയിൽവേ പോലീസൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ അവർക്ക് സേഫ് റോഡ് സൈഡിൽ കിടക്കുന്നതിനെക്കാട്ടി ഇവിടെ ആയിരിക്കും. അപ്പോൾ നേരത്തോട്ടൊരു മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റും എടുത്തിട്ടാണ് ഞാനിവിടെ വന്നത്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പം എനിക്ക് വിശന്നു. കാരണം ഞാനൊരു 3:30 ആയപ്പോൾ തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി ചെങ്ങന്നൂർ വരെ നല്ല തിരക്കായിരുന്നു. അയ്യപ്പന്മാരുടെ സ്ലീപ്പർ എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു സീസൺ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പാറും മീയൊന്നും ആദ്യം അത്ര ഹാപ്പി ആയിരുന്നില്ല. അങ്ങനെ അവരെ ബർത്തിൽ കയറ്റിയിരുത്തി ഫോണൊക്കെ ഒന്ന് കൊടുത്തു, ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടി. പക്ഷേ ചെങ്ങന്നൂരായപ്പോഴത്തേക്ക് തിരക്ക് നന്നായിട്ട് കുറഞ്ഞു. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന അയ്യപ്പന്മാർ ഈ ഒരു ട്രെയിനിലുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ഇറങ്ങി. ഈ കാണുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ കൂടുതലും കറുപ്പാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ഭക്തിമയം, മൊത്തത്തിൽ ശരണം വിളിയും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിശന്നിരുന്ന ഞങ്ങൾ തിരക്കൊന്ന് ഒഴിഞ്ഞപ്പം 2 ഉഴുന്നുവട വീതം വാങ്ങിച്ചു. അതായത് കുട്ടികളും ഓരോന്ന് കഴിച്ചു, ഞങ്ങളും ഓരോന്ന് കഴിച്ചു. സത്യം പറഞ്ഞാൽ ട്രെയിനിൽ നിന്നൊന്നും കഴിക്കരുതെന്ന് വിചാരിച്ചാണ്. പക്ഷേ രാവിലെ ഒരു ചായ മാത്രം കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല വിശപ്പായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, വിശപ്പിൻ്റെ ആണോന്ന് അറിയത്തില്ല. വടയ്ക്ക് നല്ല രുചിയുണ്ടായിരുന്നു, പക്ഷെ ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ചായ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. വെള്ളത്തിൽ എന്തോ കലക്കി കൊണ്ട് തന്നു. പിന്നെ ചായയുടെ ഒരു ടേസ്റ്റ് ആ വഴിയൊക്കെ പോയി. എന്തായാലും വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും അത് ഭയങ്കര അമൃത പോലാണല്ലോ. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തി. നമ്മൾ പോകുന്നതും ട്രിപ്പിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ വൈകിട്ട് ഏട്ടായി വന്നിട്ട് പറഞ്ഞു നമുക്ക് നാളെ ഒരിടത്ത് പോകണം, എല്ലാം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തോളാൻ പറഞ്ഞു. എവിടെ പോകാനോ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്കൊരു ട്രിപ്പ് പോകാം, അത് ട്രിവാൻഡ്രത്തേക്കാണെന്ന്. തിരുവനന്തപുരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. അത് പഠിക്കുന്ന സമയത്താണേലും ഇപ്പോഴാണേലും ബീച്ച്, ഹിൽസിന് ഹിൽസ്, പിന്നെ അതുപോലെ സിറ്റി ആണെങ്കിലും അടിപൊളി. സൂ, മ്യൂസിയം, പിന്നെന്താ പത്മനാഭസ്വാമി ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ റോഡുകളും നല്ല വലിയ റോഡല്ലേ. എറണാകുളത്തെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഭയങ്കര തിരക്ക് ഫീൽ ചെയ്യും. തിരുവനന്തപുരത്താണെങ്കിൽ റോഡൊക്കെ കുറച്ച് കാലിയായിട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സിറ്റി കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ ബിൽഡിങ്സ് കാണത്തില്ലേ, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ പള്ളികളും ഒക്കെ. അത് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തിരുവനന്തപുരം ഇഷ്ടപ്പെടാനുള്ള കാരണം. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പം ഞാൻ കെട്ടി വെച്ചിരുന്ന മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടതാണ്. നമ്മുടെ ഇന്നത്തെ സ്റ്റേ പാളയത്തുള്ള ഹോട്ടൽ സൗത്ത് പാർക്കിലാണ്. ഇവിടെ നിന്നാകുമ്പം എല്ലാം നമുക്ക് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്, അധികം ദൂരമില്ലാതെ പോകാം. പിന്നെ നമ്മൾ കാറിലല്ലല്ലോ വന്നത്, ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഊബർ ബുക്ക് ചെയ്ത് പോകാമെന്നൊക്കെ കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി മാറി താമസിക്കുന്നതും ഹോട്ടലിൽ റൂം എടുക്കുന്നതും ഒക്കെ അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ബിൽഡിങ്സ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ നിന്ന് കാണാം. പിന്നെ മെയിൻ റോഡും. എവിടെ പോയാലും കണ്ണാടിയാണല്ലോ മെയിൻ. അപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് നേരം ഞാൻ എന്നെ തന്നെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രഞ്ച് ആക്കാമെന്ന് കരുതി. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ആദ്യത്തെ ഭക്ഷണം ഹോട്ടൽ സംസമ്മിൽ നിന്നാണ്. പണ്ട് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ മിക്സഡ് ഫ്രൈഡ് റൈസും അതുപോലെ ബോൺലെസ് ചില്ലി ചിക്കനും കഴിച്ചിട്ടുണ്ട്. അന്ന് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്കിത് ഭയങ്കര രുചിയായിട്ട് തോന്നി. ഞാനും എൻ്റെ ഫ്രണ്ട് ഋതുവും കൂടാണ് ഇവിടെ എത്തിയത്. ആ രുചിയുടെ കാര്യം ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ ഒരു തവണ ഇവിടെ ഒന്ന് കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ തൊട്ടടുത്താണ് ഹോട്ടലും. അതുകൊണ്ട് നമുക്ക് വരാനായിട്ട് നടന്ന് വരാനുള്ളൊരു ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇവിടെ നിന്നാക്കാം. ഇവിടെ എന്തൊക്കെയോ ഒരുപാട് വെറൈറ്റി ഉള്ളതായിട്ട് അവരുടെ മെനു കാർഡ് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ ഞാൻ വന്നത് ഇവിടുത്തെ ബോൺലെസ് ചില്ലി ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസും കഴിക്കാനാണ്. ഞാനത് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പം മീനോട് അവളെയും കൊണ്ട് ഇവിടെ വന്ന കഥയൊക്കെ പറയുമായിരുന്നു. അവൾക്കെന്തോ 2 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഓർമ്മയിലൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞ് പഴയ ഓർമ്മകളൊക്കെ പുതുക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് സൂ, അതുപോലെ ഏട്ടയുടെ ഒരു കസിനുണ്ട് ഇവിടെ, ചേച്ചിയെ കാണണം, അവരുടെ വീട്ടിൽ പോകണം. പിന്നെ ഒന്ന് അവരുമായിട്ടൊന്ന് കറങ്ങണം. പാറുൻ്റെ ബർത്ത്ഡേ ആണ് 2 ദിവസം കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും വാങ്ങണം. കുറച്ചല്ല, അവൾക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങണം. ഞാൻ തയ്ക്കാമെന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു, അതൊന്നും നടന്നില്ല. പെട്ടെന്ന് വന്നൊരു സംഭവമാണല്ലോ ഈ ഒരു തിരുവനന്തപുരം ട്രിപ്പ്. അങ്ങനെ ആദ്യം ഞാൻ കഴിച്ചത് നൂഡിൽസാണ്. ഫ്രൈഡ് റൈസ് എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞെങ്കിൽ നൂഡിൽസ് പിള്ളേരുടെ ഇഷ്ടത്തിനാണ് പറഞ്ഞത്.
അരെ വാ പറയാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് നമ്മൾ വായിലോട്ട് വയ്ക്കത്തില്ലേ അന്നേരം തന്നെ അറിയാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഞാൻ പിന്നെ അധികം എക്സ്പ്രഷൻ ഒന്നും ഇടാൻ പോയില്ല, വിശപ്പ് നന്നായിട്ടുണ്ട്. ഇവിടുത്തെ ചില്ലി ചിക്കനും അതും സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ കയറി ഒന്ന് കഴിച്ചു നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ഒരു കടയേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പം നിരത്തി പിടിച്ച് 3-4 സംസം കാണാൻ പറ്റും ഈ ഒരു വരിയിൽ തന്നെ. അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയാണ്, പറയാൻ വയ്യ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചപ്പം അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം നേരെ പോയത് സൂവിലാണ്. നമ്മുടെ യാത്രയൊക്കെ ഊബറിലാണ് കേട്ടോ. ചിലപ്പോൾ ഊബർ ടാക്സി ആയിരിക്കും, അല്ലെങ്കിൽ ഊബർ ഓട്ടോ ആയിരിക്കും. അങ്ങനെ സൂവിലേക്ക് കയറുമ്പോൾ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത്. പ്ലാസ്റ്റിക് സാധനങ്ങൾ, ഭക്ഷണം ഇതൊന്നും കയറ്റാറില്ല. പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ അതിന് ഒരു 20 രൂപയുടെ സ്റ്റിക്കർ അവർ ഒട്ടിക്കും. നമ്മൾ തിരിച്ച് വന്ന് ആ ഒരു ബോട്ടിൽ കാണിക്കുമ്പോൾ അവർ 20 രൂപ റീഫണ്ട് ചെയ്യും. ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ പാറു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ഓരോ മൃഗത്തെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര അത്ഭുതവും, അയ്യോ അതിൻ്റെ പേര് പറഞ്ഞൊക്കെ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. പക്ഷേ ചില ജീവികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടവും വന്നു. ലാസ്റ്റ് നമ്മൾ വന്നപ്പം മയിൽ പീലി വിടർത്തി നിന്ന് ആടുന്നത് കണ്ട് കുഴഞ്ഞു വന്നിരിക്കും അല്ലേ മേ. സൂവിൽ മൊത്തം നടന്നു വന്നപ്പം നമുക്കുണ്ടായിരുന്ന എനർജി മൊത്തം തീർന്നു. ആകെ കുഴഞ്ഞു വന്ന് ഇവിടെ ഒരു പാർക്കിൻ്റെ സൈഡിലിരുന്നു. അപ്പോഴത്തേക്ക് പാർക്കിൽ കയറി തകർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇലക്ട്രിക് കാറിൽ കയറി സൂവിനകം കാണാമെന്നാണ്. അതിൻ്റെ ചാർജ് വരുന്നത് 450 രൂപയാണ്. പക്ഷേ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ 2 മണിക്കൂറിൽ 1 മണിക്കൂർ മതിയല്ലോ നമുക്ക് ഈ സൂ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ. ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങിയതാണ്. പക്ഷേ അവസാനം പണി കിട്ടിയ കണക്കായി. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസം, വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി മാങ്ങയും തിന്ന് മിനി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഏട്ടയുടെ കസിൻ. ഇവിടെ ആണെങ്കിൽ 2 പേർഷ്യൻ പൂച്ചയുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടോ. ഒരാൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഒരാൾ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മാക്സിൽ പോയി. ഇവിടെ വന്നപ്പം ന്യൂ ഇയറിൻ്റെ ആണോ എന്തോ ചില ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാറുവിന് ഡ്രസ്സ് എടുത്ത് എന്ത് ചെയ്യുക, എവിടെ ചെന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് ഓഫറൊന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് നേരെ കനകക്കുന്നിലേക്കാണ് വന്നത് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ അടിപൊളി. എനിക്ക് തോന്നുന്നു കൊച്ചിയെക്കാട്ടി ഇത്തവണ ട്രിവാൻഡ്രത്തെ ന്യൂ ഇയർ ആണ് അടിപൊളിയെന്ന്. ഞങ്ങൾ വന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ ഇത് കഴിഞ്ഞ് റൂമിൽ ചെന്ന് ന്യൂസ് കണ്ടപ്പം അവിടെയും പറയുന്നത് കേട്ടു തിരുവനന്തപുരത്തെ ന്യൂ ഇയർ ആയിരുന്നു അടിപൊളിയെന്ന്. എന്തായാലും നമ്മൾ വന്നത് നന്നായി. ഇതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഒരു തിരക്ക് പിടിച്ച തട്ടുകടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ എനിക്കതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഇവിടെ ചേച്ചി അനിയത്തിയും കൂടെയുള്ള പ്രധാന വഴക്കിതാണ്, ഡോറ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് കാണിക്കുമല്ലോ അതിന്. അങ്ങനെ ഒരാൾ അകത്ത് കയറി എന്നിട്ട് വീണ്ടും കാർഡുമായിട്ട് ഇറങ്ങി വന്ന് വീണ്ടും അൺലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ വഴക്ക് തീർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തീർന്നു. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.